മനസ്സിലാക്കുക, റഷ്യയുടെ എക്കോണമി കൊളാപ്സ് ആകുമ്പോൾ ഇന്ത്യയുടെ എക്കോണമി കൊളാപ്സ് ആക്കണം. ഇതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ വ്ളാദിമിർ പുടിൻ സംഭാഷണത്തിനായിട്ട് വന്ന സീസ് ഫയർ എഗ്രിമെന്റ് ഉണ്ടാക്കും. ഇതാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, റഷ്യക്കെതിരെ സാങ്ഷൻ ഉണ്ട്. ഈ പറയുന്ന സെക്കൻഡറി സാങ്ഷൻ ആയിട്ടില്ല, ഫസ്റ്റ് സാങ്ഷനാണുള്ളത്. സെക്കൻഡറി സാങ്ഷൻ എന്ന് പറയുന്നത് റഷ്യ ഉപയോഗിക്കുന്ന പല ബാങ്കിങ് ഉണ്ട്, അതായത് ഓയിൽ വിൽക്കാനും മറ്റുള്ള കാര്യത്തിനുള്ള സംഭവം. അത് കയറി അങ്ങ് ബ്ലോക്ക് ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ റഷ്യയിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കാരണം ഈ പറയുന്ന രാജ്യങ്ങളുടെ എല്ലാ സാങ്ഷനും സംഭവങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ റഷ്യയുടെ കാര്യമല്ല താല്പര്യം, നമുക്ക് ഇന്ത്യയുടെ കാര്യമാണ് താല്പര്യം. ഞാൻ റഷ്യയുടെ എന്ത് കുന്തമുണ്ടായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് ഇന്ത്യക്കാർക്ക്. കാരണം റഷ്യയുമായിട്ട് നമുക്ക് ഇടപാടും ബന്ധവുമൊക്കെ ഉണ്ട്. പക്ഷെ റഷ്യയുടെ കൂടെ ഇന്ത്യയും ആ തകർച്ചയിലോട്ട് പോകുന്നു എന്നാണ്. അതിനുള്ള എല്ലാ രീതിയിലുമുള്ള നടപടികൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കൈക്കൊള്ളണം എന്നാണ് സ്കോട്ട് ബെസന്റ്, അതായത് ട്രഷറി സെക്രട്ടറി, പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഉണ്ട്. അതായത് ഇന്ത്യക്കെതിരെ പഴയ സമയത്ത് 1997 ഉപരോധം നടത്തിയപ്പോൾ ഇന്ത്യ എക്കോണമിയിൽ എവിടെയൊന്നും ഇല്ല. ആകെ ഉള്ളത് ഏകദേശം 450 ബില്യൻ്റെ മാത്രമേ ഉള്ളൂ ആ സമയത്ത്. അത്രേ ഉള്ളൂ ആ സമയം. ഇപ്പോഴത്തെ സ്ഥിതി എന്തുവാ?